വരികയാണ്. ഡോക്ടർ ജി ഗോപകുമാർ എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ വലിയ പോളിംഗ് ശതമാനത്തെ? പോളിംഗ് ശതമാനം കൂടുമെന്ന് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2021 താരതമ്യപ്പെടുത്തുമ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ ആവേശമാണ്. ഈ ആവേശം എന്തിൻ്റെ സൂചനയായിട്ടാണ് താങ്കൾ കാണുന്നത്? തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പോളിംഗ് വരുന്നത് തീർച്ചയായിട്ടും ആരോഗ്യപരമായ ഒരു വ്യക്തതയാണ് അതിനകത്ത് കാണുന്നത്. കാരണം ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ വോട്ട് കൊണ്ട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഈ ഭാരതത്തെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യമാണ്, ഇലക്ട്രൽ ഡെമോക്രസി എന്നാണ് പൊതുവെ വിശേഷിക്കപ്പെടുന്നത്. നിരവധി തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നതൊരു ആരോഗ്യപരമായ ലക്ഷണമാണ്. കേരളത്തിൽ എന്നും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിരുന്നു, സമീപകാലത്ത് ഒന്ന് കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് വർധനവിന്റെ പ്രധാന കാരണങ്ങൾ ആദ്യത്തേത് SIR തന്നെയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം എത്രയോ കാലമായിട്ട് മരിച്ചവരുടെ പേരുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുടെ പേരുകൾ, സ്ഥലം നാട് വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലോ മറ്റൊരു പ്രദേശത്തോ പോയി താമസിക്കുകയും ചെയ്യുന്നവരുടെ വോട്ടുകൾ, അതൊന്നും വെട്ടി മാറ്റാതെ പഴയ തെരഞ്ഞെടുപ്പ് റോളും കൊണ്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളരെ ശക്തമായ നിലപാട് ആ ദേശീയ തലത്തിൽ തന്നെ എടുത്തു. ബീഹാറിലൊക്കെ 69 ലക്ഷം പേരാണ് പുറത്തുപോയി, നമ്മൾക്കറിയാം. ഇവിടെ 3 ലക്ഷം പേര്. അത് തീർച്ചയായിട്ടും ഇലക്ട്രൽ റോളിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടായി. അത് ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്തു. അത് തന്നെയാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചതിന്റെ ആദ്യത്തെ ലക്ഷണം. 2, തീർച്ചയായിട്ടും പഴയ രീതിയിൽ കണക്കാക്കുമ്പോൾ കൂടുതൽ പോളിംഗ് വരുമ്പോൾ അത് UDFന് ഗുണം ചെയ്യും എന്നുള്ള കണക്ക് പഴയ കാലത്തുണ്ടായിരുന്നത് പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഒരു ചെറിയ തരംഗത്തിന്റെ ലക്ഷണമാണ്. അത് വലിയ ആഞ്ഞടിച്ച തരംഗമാണോ ചെറിയ തരംഗമാണോ എന്നുള്ളത് പോളിംഗ് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ ജി ഗോപകുമാർ, ഒരു കാര്യം കൂടി SIR നിന്ന് വിട്ടുപോകരുത്. SIR ഒരു കാര്യം കൂടി, ഒരു അങ്കലാപ്പ് കൂടി മുന്നണികൾക്കുണ്ട്. അത് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ്. ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം സെൻട്രലും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ വോട്ടർമാരുടെ എണ്ണം തന്നെ കുറഞ്ഞിട്ടുണ്ട് 2021 താരതമ്യപ്പെടുത്തുമ്പോൾ. ഉദാഹരണത്തിന് തിരുവനന്തപുരം സെൻട്രൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2 ലക്ഷത്തിന് മുകളിൽ 2,03,000 ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം 1,58,000 കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ വോട്ടർമാരുടെ എണ്ണം. ഈ രീതിയിൽ നേമം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. മഞ്ചേശ്വരത്ത് പക്ഷേ 9,000 കൂടുകയാണ് ചെയ്തത്. അത് മറ്റൊരു കണക്കാണ്. അപ്പോൾ ഈ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതും അതും ഒരു പ്രധാന ഘടകമാണല്ലോ. വെട്ടിമാറ്റിയ വോട്ടർമാരുടെ എണ്ണം അതിനനുസരിച്ച് കൂടുകയാണല്ലോ ചെയ്തത്. അവിടെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനവും കൂടും. പക്ഷേ ഇത് എന്തിൻ്റെങ്കിലും സൂചനകളാണോ? അവിടെ അങ്കലാപ്പോടുകൂടി ഏത് മുന്നണിയാണ് ഇതിനെ കാണേണ്ടത്? ഒരു മുന്നണിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം അവർ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്. അതെ, അവർ വ്യക്തതയില്ലാതെ മാത്രമല്ല, നമ്മളങ്ങനെ പാർട്ടികളായാലും ആരോപിക്കുന്നതിൽ വലിയ സാങ്കത്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വ്യക്തമായിട്ട് പാർട്ടിയുടെ പോക്കറ്റ് സീറ്റുകൾ നിൽക്കുന്നത് CPMന് കുറച്ച് കണ്ണൂറും ഉണ്ട്, കുറച്ച് പാലക്കാടുമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മലപ്പുറവും പിന്നെ അപൂർവമായിട്ട് കോഴിക്കോടും കാസർഗോഡിലെ ചില പോക്കറ്റുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പോക്കറ്റ് സീറ്റുകളില്ല. അബ്സല്യൂട്ട്ലി സേഫ് എന്ന് പറയാനില്ല. ഒരുപക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തിൽ തൃക്കാക്കര സീറ്റ് വേണമെങ്കിൽ കഷ്ടിച്ച് പറയാം. അവിടെയും ഒരു തവണ പഴയ എറണാകുളത്ത് കോൺഗ്രസ് ഒരിക്കൽ തോറ്റിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കും ആര് നിന്നാലും എന്ന് പറയുന്ന, അതുകൊണ്ട് ഈ BJPയുടെ സാങ്കത്യമാണ്, BJPയുടെ പ്രസൻസ് ഉള്ളിടത്ത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ആരോപണങ്ങളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ പൊതുവിൽ വാസ്തവത്തിൽ കേരളത്തിൽ 3 ലക്ഷത്തിന്റെ കുറവേ വന്നിട്ടുള്ളൂ. ഞാനത് 140 മണ്ഡലത്തിലേക്ക് ഒന്ന് ശരാശരി നോക്കിയപ്പോൾ 2200 വോട്ടുകളാണ് ഒരു നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. അത് അത്ര ക്രൂഷ്യലാണ്, അത്ര അപകടകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ വട്ടിയൂർക്കാവ് പക്ഷേ ചില മണ്ഡലങ്ങൾ നോക്കുമ്പോൾ വലിയ കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നേമത്ത് തന്നെ കഴിഞ്ഞ 2021 2,04,718 ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 1,71,178 ഉള്ളൂ. അത്ര ഒരു വലിയ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 30,000-ന് മുകളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കൂടും. കാരണം ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയാണല്ലോ, ഉള്ള വോട്ടർമാർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നതൊന്നും യഥാർത്ഥ കണക്കല്ല. അങ്ങനെയും കൂടി കാണേണ്ടി വരില്ലേ? അതെ, പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ടതിന്റെ ലക്ഷണം തന്നെയാണ്. ഞാനീ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വിടുവേല ചെയ്തു എന്നുള്ളതിന് ഒരു സാങ്കത്യവുമില്ല. കാരണം കേരളത്തിൽ ആകെ BJP ജയിച്ചത് ഒരേ ഒരു ഇലക്ഷൻ മാത്രമാണ് 2016. പിന്നീട് അത് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ കുത്തക സീറ്റുകളിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നത് ഇവിടെയൊന്നുമല്ല, വലിയ രീതിയിൽ സംഭവിക്കേണ്ടത് കണ്ണൂറും മലപ്പുറവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് വലിയ സാങ്കത്യമില്ല. നമുക്ക് വിമർശിക്കാം എന്നല്ലാതെ അതിൽ കവിഞ്ഞ കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇത് ജാതി നോക്കി വെട്ടിക്കുറച്ചു, ഇതൊക്കെ വാസ്തവത്തിൽ തോൽക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുമ്പോഴോ തോൽക്കുന്ന ഭാഗത്തുകാർ പറയുന്ന ഒരു ന്യായം മാത്രമാണ്. ഇവിടെ കേരളത്തിലെ സാഹചര്യത്തിൽ വോട്ടർമാരൊക്കെ വളരെ ജാഗ്രത പാലിക്കുന്നവരാണ്. അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ വെറുതെ ഇരിക്കും ഇത്രയും നാളുകളിടയ്ക്ക്. ഫസ്റ്റ് റൗണ്ടിൽ ഇലക്ടറൽ റോളിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഒക്കെ നോക്കി ചെയ്തു. അതിനകത്ത് അവർ തന്നിരുന്ന സമ്പ്രദായത്തിനനുസരിച്ച് പല ബാലറ്റും നമ്മൾ കൊടുത്ത അപേക്ഷകൾ പലതും തള്ളിപ്പോയിട്ടുണ്ട്. എന്റെ തന്നെ 4 വോട്ടുകൾ, എന്റെ കുടുംബത്തിലെ 4 വോട്ടുകൾ വെട്ടിപ്പോയി, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ വെച്ച് കൊടുത്തു. അടുത്ത പ്രാവശ്യം ശുദ്ധീകരിച്ച് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ 4 പേരുടെയും പേര് അതിനകത്ത് വന്നു. കൂടുതലായിട്ട് അവർ ചോദിച്ചത് ആധാർ കാർഡ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാർഡ്, മറ്റേ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്തപ്പോൾ കാര്യം ശരിയായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ ജാഗ്രതയുള്ളവരാണ്. ദേ കനോട്ട് ബി ടേക്കൺ ഫോർ എ റൈഡ്. അതുകൊണ്ട് അങ്ങനെ വെട്ടി മാറ്റിക്കളയാം. അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ അത് വിട്ടുകൊടുക്കുകയുമില്ല. അപ്പോൾ അതാണ് ആദ്യമായിട്ട്. അതിനെക്കുറിച്ചുള്ളത് കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റു കാര്യത്തിലേക്ക് വരാം. SIRന്റെ ക്രെഡിബിലിറ്റിയെ ഞാൻ ആക്ഷേപിക്കാൻ തയ്യാറല്ല. കാരണം അവർ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ തെളിവുകൾ ഇതിനകം വരുമായിരുന്നു. ഇനി തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, പരമ്പരാഗതമായി പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ UDFന് ഗുണവും പോളിംഗ് ശതമാനം കുറയുമ്പോൾ LDFന്, ആ കണക്കുകളൊക്കെ പോയി. ഇപ്പോൾ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട മുന്നണികളാണ് മത്സരിക്കുന്നത്. ആ 3 മുന്നണികൾ കാര്യമായ പ്രവർത്തനം നടത്തി എന്ന് മാത്രമല്ല, ഇത്തവണ കഴിയുന്നത്ര വോട്ട് ട്രാൻസ്ഫർ നടക്കാതെ അവരവരുടെ മുന്നണിക്ക് മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ആ മാക്സിമൽ എഫക്റ്റിന് വേണ്ടി അവർ പരിശ്രമിച്ചു. അത് വോട്ടർമാർക്ക് കൂടുതൽ മൊബിലിറ്റി ഉണ്ടാക്കി. ആ മൊബിലിറ്റി ഉണ്ടാക്കുന്നതും പോളിംഗ് ശതമാനം വർദ്ധിച്ചതിന്റെ മറ്റൊരു ലക്ഷണമാണ്. 3, ഇവിടെ കമ്മ്യൂണൽ അല്ലെങ്കിൽ കാസ്റ്റ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അത് തീർച്ചയായിട്ടും ഇവിടെ മൈനോറിറ്റി കൺസോളിഡേഷന് കാരണമാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ മൈനോറിറ്റി കൺസോളിഡേഷൻ സംഭവിക്കുന്നതും അതോടൊപ്പം തന്നെ മറുവശത്തൊരു കൗണ്ടർ കൺസോളിഡേഷൻ സംഭവിക്കുന്നതും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും ഒരു സൂചന പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ആശ്വാസം നൽകുന്ന ഒരു പോളിംഗ് ശതമാനമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം വർദ്ധിച്ച മേഖലകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത് ഒരു മാറ്റത്തിന്റെ സൂചനയാണ് അവിടെ കാണുന്നത്. അതിന്റെ ഒരു തരംഗത്തിന്റെ സൂചനയാണ് കാണുന്നത്. ആ നിലയ്ക്ക് UDFന് വലിയ ശുഭപ്രതീക്ഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഒരു ചെറിയ തോതിൽ BJPയും കൺസോളിഡേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP NDA നേടിയ വോട്ടിംഗ് ശതമാനത്തെക്കാൾ 2% കൂടുതൽ വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പാർലമെന്റ് അല്ല, കഴിഞ്ഞ അസംബ്ലിയിലെ വോട്ടിംഗ് ശതമാനത്തെക്കാൾ കുറഞ്ഞത് 2%-എങ്കിലും കൂടുതൽ വരാൻ വഴിയുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളും അവരവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിച്ചതും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതുമെല്ലാം തീർച്ചയായിട്ടും പോളിംഗ് ശതമാനത്തിന് കാരണമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.